സബ്ജുവേഷണം ഇന്ന് ഗുരുവിൻ്റെ 32ാമത് നമ്പറായിട്ട് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഗുരുവാണി നോയ്സ് റിമൂവ് ചെയ്തതിൻ്റെ ഗുരുവാണിയാണ്. അപ്പോൾ കേൾപ്പോ സബ്ജുവേഷണം തള്ളിക്കളയാൻ ലോകത്തിന് മാതാവും പിതാവുമായിരിക്കുന്ന ഒരു അർത്ഥത്തിൽ ജീവിച്ച് കാണിക്കാനുള്ള സന്താനത്തെ ഇനി അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ ഞാൻ ഈ കണ്ട സത്യത്തെ നോക്കി പ്രാർത്ഥിക്കാം. ആ ധൈര്യത്തോടെ ചേരുന്ന മക്കൾക്ക് എല്ലാവർക്കും അതിലോട്ട് ചേരാനുള്ള കർമ്മഗതി ഉണ്ടാക്കണേ. ഇതിലേക്ക് ഞാൻ പ്രാർത്ഥിക്കാം. ഇത്രയും നിങ്ങൾക്ക് കഴിയണം. ഇത് പെൺപിള്ളേർ ഇന്ന് ഈ ആൺപിള്ളേര് എടുത്തിരിക്കുന്ന ഞങ്ങൾ കഴിഞ്ഞുപോയ സന്യാസമുറകളുടെ ചവിട്ടുപടിയായി സ്വീകരിക്കുന്നില്ല. അങ്ങനെയുള്ള സന്യാസമുറകളൊന്നും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ല. പിന്നെയോ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ അറിവിന്റെ തൂക്കത്തിന് എന്ത് വില കൊടുത്തു? എന്റെ മനസ്സും വാക്കും ശരീരമാകുന്ന കർമ്മത്തിന്റെ തൂക്കത്തിൽ നാം തിരിച്ചെടുത്തു എന്റെ പരമ്പരയ്ക്കും വേണ്ടി വന്ന ഈ ലോകത്തിന് പോകും എന്ന ധൈര്യത്തിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടേണ്ട ഒരു പാതയുടെ ആദ്യ കണ്ണിയാണ്. ഇത് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാൽ എവിടെയെങ്കിലും ചെന്ന് ഇന്നെടുത്തൊന്നുമില്ല. അപ്പൊ ഇത് വരാതിരിക്കാൻ കരുതലോടെ നമ്മൾ ചെയ്തു വെക്കുന്നത് അതിനാണ് ആദ്യത്തെ ഒന്ന് എടുത്തു വേണ്ടത്. നിലവിലിരിക്കുന്ന ഒന്നാണ്. ഇനി വരാൻ പോകുന്ന അതിന്റെ പൂർണ്ണ തൂക്കത്തിന്റെ ഒരു അളവോളം നമുക്ക് കാണിക്കുകയാണ്. എല്ലാം കാണിക്കത്തില്ല. അതാണ് പ്രവൃത്തി മുക്കാലേ ആയിട്ടുള്ളത്. ഇതെല്ലാം കാണിക്കത്തില്ല. കാരണം എന്താണ്? ഇനി സത്യയുഗത്തിൽ നടക്കേണ്ടത് എന്തെന്നും ആ സത്യയുഗത്തിന്റെ അളവും കാണിക്കത്തില്ല. അന്ന് നമ്മൾ ആരാണെന്നും കാണിക്കത്തില്ല. ഇനി എന്ത് ചെയ്യുമെന്നും കാണിക്കത്തില്ല. ഈ കലിയുഗത്തിൽ എന്ത് വേണമെന്ന് മാത്രമേ കാണിക്കൂ. ചെറിയ പണിയല്ല. അപ്പൊ ഇത്രയും വലിയ ഒരു കർമ്മത്തിന്റെ ഉടമയാകാൻ അവസരം സൃഷ്ടിച്ചു തന്ന ആ മഹശക്തിയുടെ ഓരോ എന്തെന്നാ പറയാ ഒരണവിനെങ്കിലും ശക്തി പ്രാപിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ അത് അത്രയും ധന്യമാണെന്നുള്ള ആ അർപ്പണ ബുദ്ധിയോടെ വാശിയോടെ അത്രയും വലിയ കർമ്മത്തിന്റെ ഉടമയാണെന്നുള്ള ആ വാശിയോടെ നമ്മൾ പ്രവർത്തിക്കാനുള്ള ഒരു പരിചയം തരണം. ഇതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ധൈര്യം ഉണ്ടായിരിക്കും. ഞങ്ങളിത് സാധിപ്പിക്കും. ഞങ്ങളുടെ പരമ്പരയ്ക്ക് വേണ്ടതെല്ലാം ഞങ്ങളുടെ കർമ്മം കൊണ്ട് കിട്ടണം. അപ്പൊ ഇതിന് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, രക്ഷകർത്താക്കള് അല്ലെങ്കിൽ നിങ്ങളെ പരമ്പര എന്നുള്ള നിലയിൽ തികച്ചും ഞങ്ങൾ ഇതിന് താങ്ങും തണലും ആയി തെന്നേക്കും വർദ്ധിക്കാൻ ഞങ്ങളുടെ പരമ്പരയെ സൃഷ്ടിക്കും. ഈ വാശി രക്ഷകർത്താക്കൾക്ക് അങ്ങനെ ഒരു പരമ്പരയെ സൃഷ്ടിക്കലാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പൊ ഇതിനു വേണ്ടി മനസ്സാ വാച കർമ്മണ അർപ്പണ ബുദ്ധിയോട്, അല്ല സന്യാസം സൃഷ്ടിക്കലല്ല. സന്യാസം നിങ്ങൾ സൃഷ്ടിക്കേണ്ട വരും. ഇത് വന്നു കഴിഞ്ഞാൽ സന്യാസിയെന്നോ ജ്ഞാനിയെന്നോ ഭക്തനെന്നോ കർമ്മിയെന്നോ യോഗ്യെന്നോ നിങ്ങൾ തിരിച്ചെടുക്കേണ്ട കാര്യമില്ല. അവരങ്ങ് പ്രവർത്തിക്കും. ഇതിലേക്ക് നിങ്ങൾക്കെല്ലാം നല്ല മനസ്സോടുകൂടി പരിഹരിക്കാൻ കഴിയണം. ഇതാണ് എൻ്റെ ഇന്നുള്ള ആഗ്രഹം. ഇത് നിങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോടും രാജ്യത്തോടും ലോകത്തോടും മനുഷ്യധർമ്മം ചെയ്ത് പൂർത്തിയാക്കാൻ എന്റെ പരമ്പരയ്ക്ക് കഴിയുമല്ലോ. ആ ആഹ്ലാദത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനെ ഇവിടുന്ന് വിടർത്തി കൊണ്ടുപോയി എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കാൻ കഴിയുമെന്നുള്ള പരിപൂർണ തൃപ്തി എനിക്കുണ്ട്. അതിന് സംശയമേ ഇല്ല. കഴിയുമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്നായി ചേർന്നു ജാതിയും മതവും മറന്നു, വർഗം മറന്നു, ഏതൊന്നും ഈ മനുഷ്യലോകത്തിന് എന്നാൽ അല്ലെങ്കിൽ മറ്റൊരു കർമ്മത്തിൽ വന്നു ചേർന്നു പോയ ആ അബദ്ധങ്ങളെ എടുത്തു കണ്ട് പ്രവർത്തിച്ച് അതിലേ പോകാൻ എനിക്ക് കഴിയില്ല. എനിക്ക് ഈ കണ്ട വഴിയെ പോകാനേ കഴിയൂ. ഇതിനു വേണ്ടി ഞാൻ എന്തും ചെയ്ത് പൂർത്തിയാക്കുമെന്നുള്ള ആ ദൃഢനിശ്ചയത്തിൽ കർമ്മം ചെയ്ത് പൂർത്തിയാക്കാൻ നിങ്ങൾ ഇരുകൂട്ടരും ചേർന്ന് പ്രവർത്തിക്കുന്നതിന്റെ ഒരു മാധ്യമ വൃത്തിയായിട്ട് ഇതിന്റെ ഒരു പരിചയം നിങ്ങൾക്ക് തരാൻ മാത്രമേ എനിക്ക് കഴിയൂ. അത് നിങ്ങൾ സന്തോഷമായിട്ട്
എന്നേക്ക് നടപ്പിലാക്കാവുന്ന അർപ്പണ ബുദ്ധിയോടെ സ്വീകരിക്കണമെന്നാണ് എനിക്ക്. പവിത്രേശനും അതിന്റെ വാസ്തവമായി നടത്തിയിട്ടുണ്ടാവുന്നത് ഒരാഗ്രഹ പൂർത്തിയാക്കത്തക്ക വിധം നമ്മൾ ഓരോന്നായിട്ട് പറയിക്കും വർദ്ധിച്ചുകൊണ്ട് കൊണ്ടുവരിക. ഇത് ഈ പരമ്പരയുടെ പൂർണ്ണമായ ഒരു നിലനിൽപ്പ് അതിൽക്കൂടെ നമ്മുടെ നാട്, നമ്മുടെ രാജ്യം, വേണ്ടി വന്ന ലോകത്തിനും ശാന്തിയും സമാധാനം കിട്ടത്തക്ക ഒരു പരമ്പരയുടെ ആദ്യമായിട്ട് നമ്മൾ കഴിവില്ലാത്ത ഏറ്റവും പാവപ്പെട്ടവരും ഏറ്റവും വിധിയും ധനവും പ്രാപ്തിയും കുറഞ്ഞവരിലും കൂടി നടപ്പിലാക്കാനാണ് ആ ബ്രഹ്മനിശ്ചയം അല്ലെങ്കിൽ ദൈവനിശ്ചയം നമ്മളെ വിശ്വസിക്കുന്ന ആ പരമ്പരയുടെ ആധിപതിയിലുള്ള കാന്തത്താണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലേക്ക് നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ച് ഇതിന്റെ രക്ഷകർത്താക്കളെ ഈ ആൺപിള്ളയുടെ പെൺപിള്ളയുടെ രക്ഷകർത്താക്കളെ തികച്ചും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പലതവണയെ ഇവിടെ സംസാരിച്ച് നിങ്ങൾ മനസ്സിലായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ അതിനുള്ള ഏതെങ്കിലും ഒരു കന്യാസി പരമ്പരയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രണാക പരമ്പരയുടെ മാത്രം ഞാൻ കെട്ടി നിർത്തിയല്ല, ലോകത്തിന് കാലാകാലങ്ങളായി മാറ്റം വരുന്ന ഒരു പരമ്പരയുടെ ആദ്യ സമ്പ്രദായത്തിൽ പെട്ട അല്ലെങ്കിൽ ആദ്യ പരമ്പരയെന്നുള്ള നിലയിൽ നമുക്കെല്ലാം വളർത്തി കൊടുക്കാൻ കഴിയുമെന്ന് നമ്മൾ വിജ്ഞാപനം എടുക്കുന്നതിന് വേണ്ടി കർമ്മം നിർവഹിക്കാൻ വേണ്ടി നമ്മളെ കരുതിക്കൂട്ടി ചെയ്യുന്നത് കൊടുക്കല്ല കർമ്മത്തിന് തോൽപ്പത്തിരിക്കുക. ഉറപ്പാണ് തികച്ചും ആത്മാർത്ഥതയായിരിക്കണം. ആ ആത്മാർത്ഥതയിൽ നമുക്ക് എത്രമാത്രം അഴിഞ്ഞിറങ്ങാൻ കഴിയുമോ അത്രയും തൂക്കത്തോടും വിനയത്തോടും ഭക്തിയോടും കർമ്മം ചെയ്ത് ആ കർമ്മത്തിന്റെ ഫലം മറ്റു ജനങ്ങളിലേക്കും ജന്മ എന്ന ലോകത്തിലേക്കും പകരാനുള്ള വാഴ്ചയോടെ വീടോടെ നമ്മളത് ചെയ്തു കിട്ടേണ്ട ഒരു പരമ്പരയായി മാറിയിരിക്കും. ഇത് നമ്മളുടെ തന്നെ ദൈവത്തിന്റെ ആജ്ഞയനുസരിച്ചുള്ള മാറ്റം വിധത്തിലുള്ള ഒരു പ്രവർത്തന ചെയ്തെന്ന് മാത്രം നമ്മൾ വിശ്വസിച്ചാൽ മതി. നമ്മുടെ ഉപാധി അപ്പൊ ആ ഉപാധിയിൽ പെരുമാറുന്ന ആദ്യക്കാർ ജനങ്ങളായിരിക്കുന്ന ഒരു പരമ്പരയുടെ ആദ്യപടിയിൽ നിൽക്കുന്ന മനുഷ്യർ പ്രവർത്തനത്തിലോ മറ്റേതെങ്കിലും ചിന്താശീലത്തിലോ തെറ്റു പറയാൻ പാടില്ല എന്ന് ഉറപ്പെടുത്താനാണ് നമ്മളാരാകുന്നവരുടെ സ്ഥിതി. അവർക്കും നമുക്കും ജിജ്ഞാസ വർദ്ധിച്ചു. ആ ജിജ്ഞാസയുടെ ഫലമായി പ്രവർത്തിച്ചു നിൽക്കുന്ന കർമ്മത്തിൽ തെറ്റു പറയുന്നു എന്നുള്ള പ്രകടന വിശ്വാസത്തോടെ പ്രവർത്തിക്കാനാണ് നമ്മൾ ഇത്രയും പ്രവർത്തപ്പെട്ടവരെന്ന് ചെയ്ത് എടുക്കുന്നു. ഇതിന്റെ ഫലം എന്തുവെന്ന പുസ്തകത്തിലാകുന്നുണ്ട് ഇങ്ങനെ ഓരോ പരമ്പരയുടെയും കാര്യം. അതുപോലെ ആദ്യം നമ്മളുടെ ഹിന്ദു ന്യായപ്രകാരമുള്ള കർമ്മങ്ങൾ നടന്നു കയറിയതും ഇതുപോലെ വൈകല്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇന്ത്യയിൽ നിന്നും മാറി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ജൈനൻ, ബൗദ്ധൻ ഇങ്ങനെയൊക്കെയുള്ള ഹിന്ദുക്കളിൽ തന്നപ്പെട്ട വിഭാഗങ്ങൾ വളരെയുണ്ട്. അതെല്ലാം ത്യാഗം ചെയ്ത് നല്ലതാണെന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് അധികം പേർക്കില്ല. കാരണം നിങ്ങൾക്ക് ചരിത്രത്തെ പറ്റി അറിയില്ല. ആ ചരിത്രം അങ്ങനെ എത്തി നോക്കുന്ന ഒരു ഏർപ്പാടും ഹിന്ദുക്കളുടെ ഇടയിൽ ഇല്ലാതെ അതിന് കാരണം ഓരോ പ്രമോക്ഷ സമ്പ്രദായം, അതായത് ബ്രഹ്മാവും വിഷ്ണു ശിവൻ എന്ന് നമ്മൾ വിശ്വസിച്ചിട്ടുള്ള ആ പരമ്പരയുടെ ശൈവശാസ്ത്രീയ സമ്പ്രദായത്തിൽ വന്നുപോയ സമാന്തര വിഭാഗങ്ങളുടെ ആ വിഭാഗങ്ങളുടെ സംഭവിച്ചു പോയ ദൂരത്തിൽ അന്ന്
ഇന്ന് നമ്മളൊന്നും അല്ലാതെ ഇരിക്കുന്നത്. ഈ നമ്മൾ സംഭവിച്ചിരിക്കുന്നത് ജാതിയും മതവും തർക്കവും പറഞ്ഞിട്ട് തിരിഞ്ഞുകഴിയുവാൻ പ്രവർത്തിക്കുവാൻ പരമ്പരയിൽ തൊട്ട് പഠിച്ചിരിക്കുന്നതാണ് നമുക്ക് നമ്മൾ. അതൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇതിലൊക്കെ കാണും. അതെന്തായിക്കോട്ടെ, ഇത് ഉടനെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് വിശ്വാസപ്പെടുത്തുകയും നിങ്ങൾ പഴയ അറിഞ്ഞ് വിശ്വാസപ്പെടുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഒരു മൂല്യം കൊടുത്ത് പ്രവർത്തിക്കാനുള്ള ആദ്യ പരമ്പരയെന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന നിങ്ങളെ യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത യാഗവും വൈരാഗ്യവും നിഷ്ഠയും ഇതിൽ കലർന്നിട്ട് ആ ഭരണമൊക്കെ ആയിരിക്കുന്ന തത്വത്തിൽ തന്നെ ചേരാൻ നിങ്ങളുണ്ട് ആ പ്രയത്നവും വിജ്ഞാന പരമ്പരയിലേക്ക് എത്തിച്ചേർപ്പിക്കുന്ന ത്യാഗവും നിങ്ങൾക്കുണ്ടായിരിക്കണം. അതിനുവേണ്ടി ചെയ്തിരിക്കുന്ന നേരെയാണ്. ഇതില് ഓരോ വ്യക്തികളും അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളും ഇതിന്റെ ഓരോ വ്യക്തികളാണ് നിങ്ങൾ. ഞങ്ങൾ ഈ ലോകത്തോട്ട് പകർത്തും. ഈ ലോകത്തിന്റെ ആവശ്യം എന്താണെന്ന് ഞങ്ങളുടെ പരമ്പര അറിഞ്ഞ് പ്രവർത്തിക്കും. അവർക്ക് എന്താണോ വേണ്ടത് കല്യാണം മാത്രമല്ല ഈ പറയുന്നത്. കല്യാണത്തിൽ പോകേണ്ടവർ കിട്ടട്ടെ പറഞ്ഞല്ല മുമ്പ് തന്നെ കാലത്തിനൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പരമ്പരയിലാണ്. അറിവുകൊണ്ട് കാലം നമ്മുടെ മനസ്സിലെത്തിയില്ല. അല്ലെങ്കിൽ നമുക്ക് കാര്യം ചെല്ലുന്നവരെ ജീവിച്ചിരിക്കാൻ പറ്റില്ല. ആ ജീവിതകാലത്ത് നമ്മളുടെ പങ്കെന്താണെന്ന് വെച്ചാൽ പ്രവർത്തിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പരമ്പരയാക്കി മാറ്റിയിട്ട് ആ കർമ്മചെയ്തിയുടെ അല്പമുണ്ട് നമ്മുടെ മറ്റെല്ലാ ജാതിയോ മതമോ വർഗമോ കൂടാതെ നമുക്കൊന്നായി ചേർന്ന് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു പരമ്പരയുടെ ആദ്യ പടിയിൽ പ്രവർത്തിക്കുന്ന നമുക്ക് മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ തെറ്റു വരാൻ പാടില്ല എന്ന് വെള്ളനിഷ്ഠയെ എടുക്കുന്നതിന് വേണ്ടി ആദ്യത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോ കുഞ്ഞുങ്ങളും നിങ്ങൾ ചെയ്യുന്ന ഏത് കർമ്മത്തിൽ ഈ നീണ്ട യാത്രയുടെ ആദ്യം നിൽക്കുന്ന നമ്മൾ എന്തെല്ലാം ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും കർമ്മത്തിൽ കൂടി വഹിക്കേണ്ടിയിരിക്കുന്നു. ആ കർമ്മത്തിന്റെ ഫലം നമ്മുടെ ത്യാഗം കൊണ്ട് എടുത്ത് അന്ന് മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നമുക്ക് വാശിയിൽ പ്രവർത്തിച്ചെടുക്കേണ്ട എല്ലാവിധ അനുഗ്രഹങ്ങളും ആ ബ്രഹ്മശക്തിയിൽ നിന്ന് കിട്ടാൻ നമ്മൾ ഒന്നടങ്കം പ്രാർത്ഥിച്ച് അത് നാളിൽ പ്രവർത്തിക്കാൻ ആഗ്രഹത്തോടെ പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുകൊണ്ടും ഈ രക്ഷകർത്താക്കളെ അറിഞ്ഞ് പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ അവർ കുറെ ആഗ്രഹിച്ചു ചെയ്യുന്നു. അതിന് നേരിടുന്നുണ്ട്. കുറെ പേര് അറിഞ്ഞവർ അത്രയും പേര് ഒരു രക്ഷകർത്താക്കളെ ഭംഗിയായി അവരുടെ ആഗ്രഹം അത് ഇല്ലാത്ത അറിവിനെ കൂട്ടിച്ചേർത്ത് കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. അല്ല ആ മുഴുവൻ അറിവുകൾ അവരാഗ്രഹിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അവരിവിടെ വന്ന് വേണ്ടത് ചെയ്യുന്നുണ്ടെന്നുള്ളത് നല്ലതുണ്ട്. നിങ്ങളുടെ അന്തിമതം ഇത് കുട്ടികളൊന്ന് പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ അഭ്യർത്ഥിക്കുകയാണ്. അത് കാരണം നിങ്ങളെ അറിവില്ലാത്ത പരമ്പരയിൽ നിങ്ങൾ അറിവിന്റെ വിട്ട് കിടക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. എന്നാൽ അത് ഓരോ തരത്തിൽ നിങ്ങളുടെ കയ്യിൽ വന്നതാണ്. എന്ത് കേൾക്കണമെന്ന് നിങ്ങൾ അറിയില്ല. നമുക്ക് ആർക്കും തന്നെ അറിയില്ല. അല്ല ഈ ഏറ്റവും ഞാൻ താങ്കൾ പറഞ്ഞു ഏറ്റവും പറഞ്ഞു അറിയിക്കാൻ വഴിയാക്കാൻ വിധത്തിൽ ഒരു പരമ്പര ഒന്ന് പറഞ്ഞു അറിയിക്കാൻ നിങ്ങൾക്കില്ലാത്ത ഏറ്റവും വലിയ കാര്യമാണ്. ആ സ്ഥാനമുള്ള നമ്മൾ ഏറ്റവും മുകളിൽ വരേണ്ടതോട് കാരണം അത് നിങ്ങൾക്ക് എത്ര ധൈര്യം വേണം. ഇതിനെ നിങ്ങൾ എത്ര മാത്രം കഷ്ടപ്പെട്ട് പ്രവർത്തിക്കണം. ആ പ്രവൃത്തിയുടെ ഫലമായിട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും രാജ്യത്താർക്കും അങ്ങനെ ലോകത്തിൽ ഏറ്റവും പൂർണ്ണബോധത്തെ ഒരു സമ്പത്ത് വളർത്തിക്കൊടുക്കുന്ന ഒരു പരമ്പരയുടെ സ്വഭാവത്തിൽ നമ്മളെ ധൈര്യവും ജ്ഞാനവും പകർന്ന് ഒരു പരമ്പരയാക്കി മാറ്റേണ്ട വർത്തമാനമാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് എത്രമാത്രം ത്യാഗം വേണം എന്ന് നിങ്ങളെ ഓരോരുത്തരും ചിന്തിച്ചിട്ട് ഇങ്ങനെ എന്റെ കയ്യിലും മനസ്സും വെക്കുകയും ഞാൻ ഇതിനെ വെച്ചിരിക്കുന്നു. ഇതിനെ പിന്നെ ത്യാഗം ഞാൻ അനുഭവിച്ച് തീർക്കാൻ തയ്യാറാണെന്ന് ഉത്തരവിത്തരാണോ എന്ന് ഞങ്ങളൊക്കെ നോക്കുന്നുണ്ട് നമ്മൾ ആഗ്രഹിക്കും. ആ വർണ്ണത്തെ നിങ്ങൾ മാനിച്ചറിവ്
ആ മുൻപ് എല്ലാവർക്കും ഓർമ്മിക്കത്തക്ക നിൽക്കും ഏത് നിമിഷവും നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷമായി എത്തിയെന്നുള്ള ആ കർമ്മ സിദ്ധാന്തിയോടെ നിങ്ങൾ പ്രവർത്തിച്ച് മുന്നിൽ വരാനുള്ള ഒരു പരിചയത്തിലാണ് നമ്മൾ ഇന്ന് പോകേണ്ടത്. ഇതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സ് വരണം. ഇത് ഓർമ്മയുടെ ചെയ്യുന്നത് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളിത് നമ്മളെ വളരെ താഴ്ന്ന പരമ്പരയുടെ സന്താനങ്ങളാണ്. എന്തുകൊണ്ട് വിദ്യയും ധനവും ഭഗത്വവും ഒക്കെ അവിടെ ദൂരെ കിടക്കുകയാണ്. ഇത് തുറന്നെടുക്കൊണ്ട് വരാൻ സാധിക്കുന്നതല്ല. നമ്മൾ പതുക്കെ ഓരോ അക്ഷരങ്ങൾ പഠിച്ചു കൊണ്ടുവരുന്നത് പോലെ നമ്മുടെ കർമ്മത്തിലെ ഓരോന്നും അരിഞ്ഞിറങ്ങി ചേർന്ന് നമ്മളിലും നമ്മുടെ നാട്ടുകാരിലും വീട്ടുകാരിലും ലോകത്തിലും പകർന്നെടുക്കേണ്ട ഒരു കർമ്മത്തിന്റെ ഉദാഹരണാഗ്രതയിൽ പെട്ടിരിക്കുന്ന നമ്മൾ എത്രമാത്രം പറ്റുള്ളവരാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. നിങ്ങളാണ് ആദ്യം പറഞ്ഞത് ഏറ്റവും താഴെയുള്ളവരാണ്, ഏറ്റവും മോശപ്പെട്ടവരാണ്, ഏറ്റവും അറിവ് കുറഞ്ഞവരാണ്, ഏറ്റവും സ്ഥിരമായ പ്രവൃത്തിയുടെ സന്താനങ്ങളാണ് നമ്മൾ. നമ്മളത് തെറ്റാണ്. നമ്മൾ ഏറ്റവും വലുതിന്റെ ഒരു പരമ്പരയുടെ ആദിപടിയിലുള്ളവരാണ് നമ്മൾ. അപ്പൊ നമുക്ക് എന്താണ് ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ബ്രഹ്മനിശ്ചയത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്? അത് നമ്മൾ എടുക്കാൻ എന്നേക്കുമായി പ്രതിജ്ഞ ചെയ്യുന്ന ഒരൊറ്റ വ്രതമാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. അതിന് നിങ്ങൾ ഓരോരുത്തരും അതിന് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി വൃത്തിയിരുന്ന് നാമം ജപിച്ചാൽ മതി, എവിടെയെങ്കിലും പൂജ ചെയ്താൽ മതി, എവിടെയെങ്കിലും കിടന്ന് തപസ് ചെയ്താൽ മതി എന്നൊന്നും നിങ്ങൾ ധരിച്ചല്ല. ഇന്ന് ഏറ്റവും താഴെ ഇറങ്ങി വന്ന് കർമ്മം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാല് പിച്ചക്കാരനും കുബേരനും പണ്ഡിതനും പാമരനും ഒരുമിച്ച് ചേർന്നു എന്ന് പ്രവർത്തിക്കാനുള്ള ഒരു പരമ്പരയുടെ ഒരുക്കി കൊടുക്കലാണ് നിങ്ങൾക്ക് ആവശ്യം. അപ്പൊ അതിനെന്തെല്ലാം വേണ്ടി വരും, എന്തെല്ലാം തരത്തിലുള്ള ജീവിതം നിങ്ങൾ നയിക്കേണ്ടി വരും, ആരെല്ലാം നിയന്ത്രിക്കേണ്ടി വരും. ഗവൺമെന്റിനെ ലോകത്തെ നിയന്ത്രിക്കേണ്ട ഒരു പരമ്പരയുടെ ഉടമയാണെന്നുകൂടി എല്ലാ തരത്തിലുള്ള മൂല്യതകളും എടുത്ത് കാണിച്ചു തന്നത് ഈ പറഞ്ഞ കാറ്റിലും നാട്ടിലുമായിട്ട് കുത്തിയിരുന്ന് കർമ്മം ചെയ്ത സന്യാസികളാണ്. കാരണം ഒന്ന് വൈറ്റ് നമ്മുടെ ഇടയിൽ കണ്ടുപിടിച്ചത് സന്യാസം. ആദ്യം ആഹാരം വേദിക്ക് തിന്നാൻ പഠിപ്പിച്ചത് സന്യാസി. പിന്നെ വസ്ത്രം ഉണ്ടാക്കിയെടുത്തത് സന്യാസി. ഇങ്ങനെ ഇത് മൂന്നും നമുക്ക് ഉപേക്ഷിക്കാൻ വയ്യാത്തത്. പിന്നെ ഉള്ളത് വിദ്യ, അത് സന്യാസിയാണ് ആദ്യം നമുക്ക് സൃഷ്ടിച്ചു തന്നു. അപ്പൊ ഇങ്ങനെയുള്ള നമുക്ക് ഒഴിച്ചുകൂട്ടാൻ വയ്യാത്ത എല്ലാ വിദ്യയുടെയും എല്ലാ അറിവിന്റെ എല്ലാ പരിചയത്തിന്റെ ഇത് സന്യാസിയിൽ നിന്ന് വന്നുകൊണ്ട് നമുക്ക് അറിയാൻ വയ്യാതെ നമ്മുടെ വിദ്യകളോട് ചോദിച്ചാൽ നമുക്ക് അറിയില്ല, നമുക്കറിയില്ല. പിന്നെ സന്യാസി കാണുന്ന നമ്മൾ വിദ്യകളെങ്ങനെ അറിയും? അതുപോലെ ആ പരമ്പര നഷ്ടപ്പെടുത്താൻ വേണ്ടി ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. എങ്ങനെയാണ്? മനുവിന്റെ പരമ്പരയാണ്. അപ്പൊ ഈ മനുവിന്റെ പരമ്പരയില് ഒരു തെറ്റ് വന്നു എന്ന് നോക്കിയ സമീപിക്കും. ആ തെറ്റിന്റെ കാരണം എന്താണ്? വീണ്ടും ഈ പരമ്പരാഗതമായ ഒരു പ്രവൃത്തി നടക്കാൻ വേണ്ടി ഒരു ഏഴാമത് ചതുരകർ, അതായത് മൈമത്തുള്ള മനുവിന്റെ ഏഴാമത് ചതുരകത്തിൽ വീണ്ടും ഏറ്റെടുത്തു. മൂന്നാമത് ചതുരയുഗം തെറ്റ് ചെയ്തിട്ട് ബാക്കി 3 ചതുരയുഗം വെറുതെ കിടന്നു ഒന്നും പ്രവർത്തിപ്പിക്കില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഒന്ന് തേഞ്ഞു വാങ്ങിപ്പോയി മനുവിന്റെ പരമ്പരയെത്തിയുള്ള ഓർമ്മ തന്നെ നഷ്ടപ്പെട്ടു. പിന്നീട് ആവർത്തിച്ചതാണ് ഈ പ്രവൃത്തി പരമ്പര. കേൾക്കുന്നു. അത് പിന്നീട് ആവർത്തിച്ച ഈ പ്രവൃത്തി പരമ്പര ഒരു
ഒരു ചതുർയുഗത്തിന്റെ അളവ് എത്ര കാലം ഇത് വെറുതെ വിട്ടിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരു ചതുർയുഗത്തിന്റെ അളവ് ഒരു ദേവവർഷം, ഒരു ദേവവർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ 367 അല്ലേ? ഒരു മനുഷ്യന്റെ 365 വർഷം കൂടുന്നത് ഒരു ദേവവർഷം. അങ്ങനെയുള്ള ദേവവർഷം 12,000 കൂടുമ്പോൾ ഒരു ചതുർയുഗം. ഇങ്ങനെയുള്ള ചതുർയുഗം 3 തീരുന്നത് വരെ ചുമ്മാതായിട്ടിരുന്നു. മൂന്നാമത് ചതുർയുഗത്തിന് കെട്ടിവെച്ച് 4, 5, 6 ചുമ്മാതായിട്ട് 7ാമത്തെ പ്രവർത്തിച്ചു. അത് 11ാമത് ചതുർയുഗത്തിൽ പൂർത്തിയാക്കിയിട്ട് അതിനെപ്പറ്റി പറയേണ്ട കുറെ അധികം പറയണം. ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ കേട്ടാൽ മതി. ഇത് പൂർത്തിയാക്കിയിട്ട് ഇനി അവരവരുടെ ആത്മശുദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ്. ഈ ത്രിമൂർത്തികളുടെ പ്രവർത്തനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. കൃത്യസ്ഥിതി സംഹാരം എന്ന് പറയുന്ന ഭാഗത്ത് അർത്ഥം ഒരു ആജ്ഞാശക്തി കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഒരിക്കലും നശിക്കാത്തതും നിലനിൽക്കുന്നതുമായ ജീവശക്തി ആ ജീവന്റെ പ്രവർത്തനശേഷി സ്വയം ആത്മാവായി പരിണമിക്കുക എന്നുള്ളതാണ്. അത് നമ്മളിൽ ഒരിക്കലും എല്ലാ ജീവജാലങ്ങളിലും പെട്ട് മനുഷ്യന് അത്യുഗ്രമായ ബുദ്ധിയുടെ ഉടമയാണ്. ഈ മനുഷ്യനെ കൊണ്ടുവന്ന് കൊടുത്ത് ഇങ്ങനെ തൃപ്തിപരമായ കർമ്മത്തിന്റെ ഒരു യോഗ്യത വരുത്താൻ വേണ്ടി ആളുകളിൽ വേദാന്തത്തിൽ കൂടിയായതിൽ പ്രവർത്തനശേഷി കാണിച്ചു കൊടുത്തിരിക്കുന്ന കർമ്മം എല്ലാം മനുഷ്യരിൽ കൂടിയാണ്. ഈ കർമ്മം പൂർത്തിയാക്കുന്നതിന് വേണ്ടി അണുവിനും അനന്തത്തിനും അതെങ്ങനെ ചെല്ലണമെന്ന് 4 വിധത്തിൽ നമുക്ക് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ഭക്തി, യോഗം, കർമ്മം, ജ്ഞാനം. അപ്പൊ ഇത് 4 കൂടി ഇണങ്ങിച്ചേർന്ന വിദ്യയിൽ ഒരുമിച്ചിരിക്കുന്ന 5ാമതൊന്ന് അത് ആത്മവർദ്ധനമാണ്. ആ ആത്മാവ് എന്തിനല്ല എന്തുപോലെ ഇരിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ഈ ദർശനം, ആത്മവർദ്ധനം. ഇത് മുഴുവനും മുതിർന്ന് മൃഗത്തിലും പിന്നെ മനുഷ്യരിലും എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ഈ ദർശനം. അത് ആ ദർശനത്തിൽ പെട്ടിട്ട് അത് ഈ ഭൂമി മറ്റ് 9 ഗോളങ്ങൾ തൃപ്തികരമായി വരുത്തി 12 രാശി 27 നക്ഷത്രവും വരുത്തി. ഇന്ന് നമ്മൾ പറയുന്ന ഈ കണക്കിൽ പെടാതെ ഇവിടെ ഒരു സമയമില്ല. അത് ഇത് നമ്മുടെ പൂർവികൻ നാട്ടിൽ ഈ മനുവിന്റെ കണക്കിൽ ഇത് വരുത്തിയിരിക്കും. ഇത് വരുത്തിയിട്ട് ഈ കണക്കിനെ സംബന്ധിച്ച് നമുക്ക് ഇതിന്റെ ആ പരിപൂർണ വിജയത്തിൽ അങ്ങനെ കുറെ മഹാത്മാക്കൾ എത്തിയിട്ട് ഇതിന്റെ ആ തൂക്കത്തിൽ നമ്മൾ നടക്കാൻ വേണ്ടി അവർ ആചാരം ചെയ്തു. ആ ആചാരത്തിൽ ആദ്യത്തത് പഞ്ചഭൂതങ്ങൾ. അപ്പൊ ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നിടത്ത് നമ്മളത് നോക്കാൻ. അപ്പൊ ഈ മകനും അല്ല ഈ ഭൂമിയും വെള്ളവും തീയും ആകാശവും ഇങ്ങനെ കൂടാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഇത് ഇങ്ങനെ പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. പഞ്ച ഇന്ദ്രിയങ്ങളുടെ ഗുണത്തെപ്പറ്റിയിട്ടുണ്ട്. പഞ്ച ഇന്ദ്രിയങ്ങളുടെ ഗുണം നമുക്ക് ഈ ശരീരത്തിൽ അനുഭവപ്പെട്ടില്ലെങ്കിൽ
നമുക്കൊന്നിനെയും തന്നെ അറിയാൻ കഴിയില്ല. അപ്പൊ ഇത് ശരീരത്തിൽ അനുഭവപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്ന് അത് കണ്ടു. അത് പിന്നെ പ്രവർത്തിച്ച് ജീവനിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കർമ്മസിദ്ധി എങ്ങനെയാണെന്നും കണ്ടു. അപ്പൊ പഞ്ച ഇന്ദ്രിയങ്ങള്, പഞ്ച കോശങ്ങൾ, അപ്പൊ 5 കോശങ്ങളിൽ കൂടി അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും കണ്ടു. പിന്നെ ജീവാത്മാവ്, പരമാത്മ, ഈ ജീവാത്മ പരമാത്മ ഐക്യം ഇതും കാണും. ഇങ്ങനെ 17 കൊണ്ട് പൂർത്തീകരിച്ച് കാണിച്ച കർമ്മകൾ ഇത് സന്യാസി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഇന്ത്യൻ സംസ്കാരം മാത്രമേ അതിൽ ഉടലെടുത്തിട്ടുള്ളൂ. മറ്റൊരു സംസ്കാരത്തിന് അത് പറയാൻ സാധിച്ചിട്ടില്ല. ഇന്ന് പാശ്ചാത്യ പൗരത്വ സമ്പ്രദായത്തിൽ ഇത് ഒത്തുനോക്കാൻ, ഈ ഒത്തുനോട്ടത്തില് ഇന്ന് നമ്മൾ നിൽക്കാൻ, ഇന്ന് നമ്മുടെ പ്രപഞ്ചങ്ങളെല്ലാം തന്നെ ഈ ഒത്തുനോട്ടത്തിലാണ്. ഈ സമയം അങ്ങനെ ഉണ്ടായി. ഈ സമയത്തിൽ ഇത്ര ദൂരം സഞ്ചരിച്ചിരുന്ന ഒരു ബോധത്തിന്റെ കഥ എങ്ങനെ അറിഞ്ഞു, അതിൽ എന്തൊക്കെ പ്രവർത്തിക്കുന്നു എന്നൊന്നും ഒത്തു നോക്കുക. അപ്പൊ നമ്മളുടെ പൂർവന്മാര് ലാഭത്തിൽ വെച്ച് പരിശോധിച്ചല്ല ഇത് പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും കണ്ടുപിടുത്ത യന്ത്രങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റേതെങ്കിലും ഒരു ഉപായം വെച്ച് കണ്ടിരുന്നില്ല. ഇത് മനസ്സിന്റെ വൈഭവത്തെ മാത്രം കണ്ടിരുന്നു. അന്നത്തെ അവർ രേഖപ്പെടുത്തി അത് ഇന്നതല്ല ഇരിക്കുന്നു, ഇന്നതൊക്കെ നിരോധിക്കേണ്ടത്, നിലനിർത്തേണ്ടത് ഇന്ന രീതിയിലാണെന്നും പറഞ്ഞു. അത് പറഞ്ഞു വെച്ചതാണ് ഈ 17 വിഷയങ്ങൾ. അപ്പൊ ഇതിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളതാണ് ഈ പനി എവിടെ ഇരിക്കുന്നു എന്ന് അവർ കണ്ടു. അതാണ് ചെടി വർഗ്ഗങ്ങളിൽ എന്തെല്ലാം ഗുണം ഭേദങ്ങൾ ഇരുന്നു എന്ന് കണ്ടിട്ട് ഈ ചെടി എടുത്ത് വെച്ചു. അപ്പൊ ആ പഞ്ഞിച്ചെടിയില് ഈ പഞ്ഞി ഇരിക്കുന്നു എന്ന് കണ്ടത് അങ്ങനെ അത് പറഞ്ഞു നിൽക്കുന്നത് പോലെ പരിശോധിച്ചു. ശരിയാണ്. അതുപോലെ ഇന്ന് വൈദ്യം പഠിച്ച ആളുകൾക്ക് അറിയാം, ഇന്നലെ കൂടി ചേർന്നാൽ അത് യോഗമാക്കി തീർന്നു. ആ യോഗത്തിന്റെ ഉപയോഗം എന്തിന് പറഞ്ഞു വെച്ചിരിക്കുന്നു, അതെങ്ങനെ തീരുമെന്ന് പറഞ്ഞിരിക്കുന്നു, അവരത് പറഞ്ഞു. അപ്പം നമുക്ക് ആഹരിക്കാനുള്ള വകയെ കണ്ടുപിടിച്ച് അത് ആഹരിച്ച് കഴിച്ച് പിന്നെ വസ്ത്രം വേണം, പിന്നെ രോഗം വരും, രോഗത്തിന് ശാന്തി വേണം, അത് പറഞ്ഞു. അതിന് പിന്നീട് പറഞ്ഞു അത് പോലെ നമുക്ക് ആത്മശാന്തി വേണം. ആ ആത്മശാന്തിയുടെ പ്രയോഗം എന്താണ്? നീ ഇതെല്ലാം ചിന്തിക്കാനുള്ളതാണ്. ഇതെല്ലാം നീ കണ്ടുപിടിച്ചു എടുത്ത് ഈ കർമ്മത്തിൽ കൂടി ശ്രദ്ധിക്കാൻ വേണ്ടവനാണ്. അന്ന് ഇതുകൊണ്ടൊന്നും നിനക്ക് ശാന്തി വരില്ല. നമുക്ക് പണം വന്ന്, പ്രഭാവം വന്ന്, യോഗ്യത വന്ന്, ഐശ്വര്യം വന്ന്, ഇതൊന്നും വന്നെന്ന് വെച്ച് നമുക്ക് ഈ സ്വസ്ഥവും ആർത്തിക്കവും മാറിപ്പോകുന്നില്ലാത്തതുപോലെ, മരണവും ജനനവും മാറിപ്പോകുന്നില്ലാത്തതുപോലെ നമുക്ക് ആത്മാവിന്റെ ചിന്ത ഒരിക്കലും മാറിപ്പോകാത്തതാണ്. അത് ശാന്തിയും സമാധാനവും തേടിയെടുക്കേണ്ടതാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ വേറൊരു പ്രയോഗം എന്താണ്? നമ്മൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ പോരാ, നമ്മൾ സ്നേഹമുള്ളവരായിരിക്കും. ആ സ്നേഹം എങ്ങനെയാണ്? നമ്മുടെ പ്രവൃത്തിയിൽ കൂടി. ആ പ്രവൃത്തി എന്തൊക്കെയാണ്? നമ്മളെ ഈ ആഹരിക്കാൻ ഭക്ഷിക്കുന്നതിന് ആദ്യം നമ്മൾ അതിൽ സ്നേഹം കാണിക്കണം. എന്താണ്? നമ്മൾ ഇങ്ങനെ എടുത്ത് കുടിക്കാൻ, അപ്പൊ ഇങ്ങനെ ഒന്ന് കണ്ടറിഞ്ഞു നമ്മളൊരു കർമ്മം ചെയ്യാൻ പോകുന്നു, അല്ലെ ഡ്രൈവിംഗ് ചെയ്യാൻ പോകുന്നു, ഇത് കൈവാക്കി കൂട്ടിച്ചിരിക്കാമെന്ന് തോന്നുന്നു മറ്റൊരുത്തൻ. അതിലില്ലാത്ത ഒരുത്തിനെ കണ്ട ഈ സ്ത്രീ ഇവന്റെ ദൈവം മാറിയത് എന്നതുപോലെ ഈ ഭൂമിക്ക് ഒരു ഗുണമുണ്ട്. ഇതിനൊക്കെ കുളിപ്പിക്കാനുള്ള ഒരു ഗുണം, അത് വെള്ളമില്ലെങ്കിൽ കുളിപ്പിക്കാം. അങ്ങനെ കുളിക്കാനും ജീവിക്കാനുള്ള കഴിവ് ഈ ചന്ദ്രന്റെ പൊടിപടലങ്ങളിൽ കൂടി വേണം വരാൻ. അതിന് കർത്തവൃത്തവും വെളുത്തവൃത്തവും വെച്ച് ആ കർത്തവൃത്തത്തിന്റെ വെളുത്തവൃത്തത്തിന്റെ ഗുണം അവര് കാണിച്ച് പറഞ്ഞ് എന്നിട്ട് ആ കാലത്തെല്ലാം
തപസ് ചെയ്യേണ്ടതും അതിന് ആചരിക്കേണ്ടതും അതിന് കർമ്മം ചെയ്യേണ്ടതുമായ കാര്യം കൂടി പറഞ്ഞു. ആ കർമ്മത്തിൽ കൂടി നമ്മുടെ ജീവസന്ധാരണത്തിന്റെ മാത്രമല്ല നമ്മുടെ ജീവൻ പോയി അണയേണ്ട കാര്യം എങ്ങനെയാണ്, അത് എന്തിന് അണഞ്ഞാൽ തിരിച്ചു വരില്ല, അല്ലെങ്കിൽ അത് നിത്യത്വത്തിൽ എത്തിച്ചേരും. അതവർ കണ്ടു. അതവർ കണ്ടിട്ട് നമുക്ക് പറയാൻ എങ്ങനെ ഈ 27 നക്ഷത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഈ 27 നക്ഷത്രങ്ങളിൽ 3 കൂട്ടി പറഞ്ഞു. 3 ഒരു കണക്ക് വെച്ചു. ആ നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ഇന്ന ഫലം, ആ രാശിയിൽ ജനിക്കുന്നവർക്ക് ഇന്ന ഫലം, ഇന്ന ഗ്രഹനില, ആ ഗ്രഹനിലയെ പെട്ടിരുന്നാൽ നിനക്ക് ഇന്ന ദോഷം ഇന്ന ഗുണം. ഇത് ശാസ്ത്രത്തിൽ കൂടി നമ്മെ ബോധിച്ചു. അപ്പൊ ഇത്തരം നിമിഷക്കണക്കിന് കണക്കുകൂട്ടി നമ്മെ അറിയിച്ച് നമ്മൾ ആ കർമ്മത്തിൽ കൂടി ഇങ്ങനെ കർമ്മിച്ചെന്നാൽ നമ്മുടെ ജീവൻ അതുപോലെ ശാന്തിയും സമാധാനത്തിലേക്ക് എത്തുവന്ന് കണ്ടുപിടിച്ച് നമുക്ക് തന്ന ആ പറഞ്ഞു വന്ന മഹാത്മാക്കളെ പറ്റി നമുക്കറിയില്ലാതെ പുച്ഛിക്കാനും പുച്ഛിച്ച് തള്ളാനും ഇടയാക്കി വരുത്താൻ നമ്മുടെ കർമ്മഗതി തിരിച്ചെടുത്ത് വെച്ചത് എങ്ങനെയാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതെങ്ങനെ? ഈ വൈദികനെന്ന് മുൻപ് പറഞ്ഞു 11 ആദ്യം ഏതോ തരത്തിൽ നമ്മുടെ മനുപരമ്പരയ്ക്ക് തെറ്റ് പറ്റിയത് കൊണ്ട് അത് മറന്നു പോകത്തക്ക വിധത്തിൽ 3 ശാസ്ത്രീയപറഞ്ഞു അന്ന് ഇട്ടിരുന്നു ബ്രഹ്മനിഷ്ഠ. ഇതിപ്പോ പറയാൻ വയ്യാത്തൊരു വിധികൾ. ഇത് പറഞ്ഞ നമ്മുടെ ഹിന്ദു ധർമ്മത്തെ മുഴുക്ക പൊളിച്ച് കളയാൻ വേണ്ടി പറയുന്ന ഒരു വിക്രിയാണെന്ന് പറയും. അല്ല, നമുക്കറിയാം അതിന്ന രീതിയിലാണ്. പൊളിക്കാനല്ല, അത് നന്നാക്കാനും അതിന്റെ കേടുപാടുകൾ നീക്കി അതിന്റെ മിഷൻ നന്നാക്കി വെച്ച് എന്നേക്ക് ഓടിക്കപ്പെട്ട ഒരു കർമ്മഗതി നമ്മൾ ഏറ്റെടുക്കുകയാണെന്ന് ആദ്യം തന്നെ പറഞ്ഞു. അത് ഇതുപോലെ വന്നിട്ടുള്ളതൊന്നും മോശമല്ല എന്ന് കാണിക്കാനാണ് ഞാൻ ഇതെടുത്തു പറഞ്ഞത്. അപ്പൊ ഈ നമ്മുടെ മുൻഗാമികളെ കർമ്മം കൊണ്ട് പൂർത്തീകരിച്ചു തന്ന ആ വിധേയത്തെ ഏതെങ്കിലും തരത്തിൽ ഒരു ഭാഗമെങ്കിലും അറിയാൻ നിവർത്തിയില്ലാത്തവര് ഗതികെട്ട പരമ്പരയാക്കി മാറ്റി. അതെങ്ങനെയാണ് ബുദ്ധിയാൻ? ബുദ്ധിയല്ല, എന്നും ബുദ്ധിജീവികളും ഒരു കൂട്ടം പണ്ഡിതന്മാരും ഭരണകർത്താക്കളും ചേർന്ന് അവരവരുടെ സുഖത്തിലേക്ക് തിരിച്ചുവിടുന്ന ഒരു പരിചയം മനുഷ്യന്റെ ഇടയിൽ എങ്ങനെ വന്നു കയറും? ചെറിയ മനുഷ്യൻ വലിയ മനുഷ്യൻ വിളിച്ച് വിഴുങ്ങുന്നത് പോലെ, ചെറിയ കുട്ടിക്കുരങ്ങിനെ കൊണ്ട് വലിയ കുരങ്ങ് വായിത്തം വായിക്കുന്നത് പോലെ ഈ മനുഷ്യൻ ഈ സമ്പ്രദായം, ഈ മനുഷ്യൻ ഇന്ന് ചെയ്തിരിക്കുന്നത് അവന് വിദ്യ കൊടുക്കാറ്. അപ്പൊ വിദ്യയില്ലാത്തവന് ഒരു 2 തലമുറ കഴിഞ്ഞാൽ ഈ രാജ്യം എന്തിനാണെന്ന് അറിയാത്തത് അവൻ എങ്ങനെയെങ്കിലും ചെയ്യും. അപ്പൊ രാജ്യം അവന്റെ വകയാണെന്ന് അറിയില്ല, ഈ ഭൂമി അവനുള്ളതാണെന്ന് അറിയില്ല, കർമ്മം ചെയ്യാൻ അവകാശം ഉണ്ടോന്ന് അറിയില്ല. അവൻ ഒന്നുമല്ലാത്തവനായി മാറിപ്പോയി. ഇതാണ് വിദ്യയില്ലെങ്കിൽ നമുക്ക് വന്നു ചേരാറ്. ജ്ഞാനമില്ലെങ്കിൽ നമ്മളെ അന്യം പ്രയോഗപ്പെടുത്തുന്ന ആ ഭാഷ തന്നെ നമുക്ക് വചനില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു ചേരും. പക്ഷെ ഇത് നമ്മുടെ പുതിയ രാജ്യപ്പെട്ട ആരോ മത്സം പൊറുക്കി വെച്ചു. ഒരു രാജാവിന് നമുക്ക് തന്നെ ഇവിടെ നല്ല പരിചയമാണ്. രാജവൻ അപ്പൊ നമ്മളെല്ലാം ദൈവമാണ്, എല്ലാമാണ്, രാജാവാണ് എന്ന് വരെ പറയാൻ മടിക്കാത്ത ഒരു പരിചയം നമ്മളിൽ വരുത്തി വെച്ചിട്ട് ഈ രാജാവ് നമുക്ക് പകർന്നു വരുന്ന കാര്യം എന്തൊക്കെയാണെന്ന് അറിയാമോ? കുറെ പേർക്ക് വിദ്യ പഠിക്കാം, കുറെ പേർക്ക് വിദ്യ പഠിക്കില്ല, കുറെ പേർക്ക് അടുത്ത് നിൽക്കാം, കുറെ പേർക്ക് അകലെ നിൽക്കാം, കുറെ പേർക്ക് എങ്ങും നിന്നോളാം. ഈ നിലയിലുള്ള ഒരു പരിചയം ഈ കർമ്മഗുണം കൊണ്ട് വരുത്തിയെടുത്തത് ബുദ്ധിമാന്മാരും പണ്ഡിതന്മാരും കൂടി ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഭരണകൂടത്തിൽ വന്ന അബദ്ധമാണ്.
ഇത് വൈദികനും കൂടി പകർന്നു നമുക്ക് ദൈവമേന്ന് പറയുന്നതിനും എങ്ങനെ ഏത് മതത്തിൽ കൂടി ആകട്ടെ, ഈ വൈദികൻ എന്ത് ചെയ്തോന്നറിയാമോ? വീണ്ടതിന്റെ പുറത്തോ അല്ലെങ്കിൽ വിദ്യയുടെ പുറത്തോ അല്ലെങ്കിൽ വൃത്തിയില്ലായ്മയുടെ പുറത്തോ ഇവനെ ദൂരത്തിലാക്കിയിട്ട് ഈ വൈദികന്റെ ധർമ്മം എന്താണ്? ഈ ഇന്ന കാലത്ത് ഇന്ന രീതിയിൽ ജീവിച്ചിരിക്കണം. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഇന്ന ലോകം നിനക്കൊണ്ട് ഇന്ന ഗുണമുണ്ട്, ഇന്ന സമയത്ത് നിനക്ക് ഇന്ന ജന്മം തന്ന ആ കർമ്മഗതി ഇന്നതാണ്. ഈ കർമ്മം നിന്റേത് തന്നെയാണ്, നീ തന്നെ തിരിച്ചെടുക്കണം എന്ന് പറയുന്നതിന് പകരം വൈദ്യന് ഒരു കോമാളി പണിയുടെ മുമ്പിൽ കേട്ടിട്ടുണ്ട്. കോമാളി എന്ന് പറഞ്ഞു ഇവിടെ കോമാളി എന്ന് പറഞ്ഞു എന്താ ധരിക്കും? വിരുദ്ധമായ വേഷം തന്നെ. കോമാളി എന്നീ അലോചത്തി ഉണ്ടാക്കുന്ന ആളുകൾ പണിത് വയ്ക്കുന്നത് നമ്മളിപ്പോ തൊട്ടതൊക്കെ പറഞ്ഞുണ്ടോ? അപ്പൊ കൊണ്ടുവന്ന് മുമ്പിലിങ്ങനെ എത്തിയത് ഈ അതിനാണ് ഈ കെട്ടിടം പണി കൊടുക്കുന്നത്. ഇങ്ങനെ കെട്ടിടത്തിൽ നോക്കാതിരിക്കും കോമാളിയെ നോക്കാൻ. കണ്ണു വിടാതിരിക്കാണെന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ കണ്ണു വിടാതിരിക്കാൻ അപ്പൊ കണ്ണങ്ങോട്ട് പോകാതിരിക്കാൻ അങ്ങോട്ട് പോകാതിരിക്കും കെട്ടിടത്തിൽ. അപ്പൊ കണ്ണങ്ങോട്ട് പോകാതിരിക്കാൻ ഈ കോമാളിയെ കൊണ്ടുവന്ന് വരിക. ഇവരെ അടിക്കാനും ഇടിക്കാനും ന്യൂസൊക്കെ വലുതായിട്ട് അല്ല ഇങ്ങനെയൊക്കെ നിൽക്കുന്നതാണെന്ന് നമ്മൾ ഇതിന്റെ നീതി കൊള്ളാല്ല എന്ന് നോക്കിപ്പോ അപ്പൊ കെട്ടിടാൻ കടന്നു പോകും. ഇതുവരെ നോക്കട്ടെ. അപ്പൊ ഈ നിലയിൽ നമ്മൾ ഈ കോമാളിയെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയുള്ള ഒരു കോമാളി വേഷത്തിലാണ് തമിഴ്നാട്ടിലെ ആ ദൈവത്തിന് എല്ലാത്തിനും വേണ്ടി തമിഴ്നാട്ടിലെ ശിവനെ ശിവന്റെ പൂജ ഇങ്ങനെ പലതരത്തിൽ ഈ കോമാളി വരച്ചിട്ട് അതിട്ട് ഒരു 15-20 തല രണ്ട് കൈയിലായിട്ട് വെച്ച് പിടിച്ചിരിക്കുന്നു. ഒരു കൈ വെട്ടാൻ പിടിച്ചിരിക്കുന്നു, ഒരു കൈ സംസാരിക്കാൻ പിടിച്ചിരിക്കുന്നു, വേറൊരു കൈ അങ്ങനെ അനുഗ്രഹപൂർണമായിട്ട് ഇതിനെ വെട്ടാൻ അനുഗ്രഹിക്കുന്നു, വേറെ എന്തിനും അനുഗ്രഹിക്കുന്നു എന്നറിയും. ഇങ്ങനെ അനവധി കോമാളി പണിത് ഇതൊക്കെ നമ്മുടെ ദൈവമായിട്ട് കൊണ്ടുവന്നത്. ഈ അച്ഛനും അഭ്യാസം ഇല്ലാത്തവന് ഇതിന് വിശ്വസിക്കാതിരിക്കാനൊക്കെ എന്നിട്ട് അവനൊരു പണി അങ്ങനെ നല്ല ഭംഗിയായി അലങ്കരിച്ച് ശുദ്ധമായ ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് അതിനെ ഒരു കഥ പറഞ്ഞ് എഴുതി ഉണ്ടാക്കിയിട്ട് ഈ കഥയിൽ ആദ്യം വിശ്വസിച്ചിട്ട് ഈ കഥയിലുള്ള ദൈവമാണ് ഈ ഇരിക്കുന്നതെന്ന് നമ്മെ ബോധ്യപ്പെടുത്തി. അപ്പൊ ഈ കഥയുടെ ഓർമ്മയാണ് സാക്ഷ്യം തന്നെ. അപ്പൊ ഈ കഥയിൽ കൂടിയുള്ള ദൈവം നമ്മുടെ മുമ്പിൽ വന്നപ്പോഴും ഇതങ്ങ് വിശ്വാസം. ഇത് ഈ വൈദികൻ മനഃപൂർവ്വം ഇത് പണിത് നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവന്നിട്ട് അവനെന്ത് ചെയ്യാൻ ഈ കർമ്മത്തിന്റെ പൂർണ്ണത എടുപ്പിക്കാൻ വേണ്ടി ഹോമദീപാദികളും അങ്ങനെ പല തലത്തിലത് അത് എന്തെല്ലാം തരത്തിലുള്ള നന്മയുണ്ടോ അതെല്ലാം അവന്റെ കൈവശമാക്കിയിട്ട് ഈ വൈദികൻ എന്ത് ചെയ്തു? ഇതൊരു തീണ്ടൽ ധ്യാനിക്കാനാക്കി മറ്റുള്ളവരെ പറഞ്ഞു. അപ്പൊ എളുപ്പം. പിന്നെ ശൂദ്രനെ അവിടെ നിന്നൂടെ അക്ഷരം പഠിച്ചൂടാ. അപ്പൊ ഈ ശൂദ്രനെ അവിടെ എന്ത് ചെയ്യാനൊക്കെ ഒന്നും ചെയ്യാൻ. പക്ഷെ ഇത് കലികാലം വന്നപ്പോൾ ഈ ശൂദ്രനെ ബ്രഹ്മജ്ഞാനമാകാം എന്ന് മനുവിന്റെ നിയമം. ഈ നിയമത്തെ വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? ഈ നിയമം അനുസരിച്ച് ഈ ശൂദ്രനെ കുറച്ചു പേരെ ഇങ്ങനെ പെറുക്കിയെടുത്ത് അതിന് പ്രത്യേക ഒരു ശൂദ്രനുണ്ട് ജോലി കൊണ്ടിട്ട് ഈ ശൂദ്രനെ കൊണ്ട് കർമ്മിപ്പിക്കാൻ. എങ്ങനെയുള്ള കർമ്മം? വൈദ്യം വെട്ടിക്കാൻ. ബാക്കി കർമ്മമെല്ലാം ഇവനെ കൊണ്ടിട്ടുണ്ട്. നമുക്ക് ഇവനെ അടിമപ്പെടുത്താൻ വേറൊരു വേല അതിപ്പോ പറയാൻ പാടില്ലാത്തതൊന്നും പറയുന്നു. അത് ഞാൻ പറഞ്ഞെന്നു വിശ്വസിക്കും. ഞാനിപ്പോ പറയാൻ പറ്റില്ല. ഇത്രയാകൂടെ നിർത്തി
അത് പറയാനുള്ളൂ. തൂത്തന്നെ പോലെ പറഞ്ഞാൽ ഈ കാണുമ്പോൾ അത് നിലനിരിക്കും. അത് പറയുന്ന ഒരു ലൈഫ് അതുകൊണ്ട് പറയുന്നു. അതും കൂടി അവര് കരുതിക്കൂട്ടി ചെയ്യിക്കും എന്നുള്ളത്. കാരണം ഇവൻ ഒരിക്കലും ബ്രഹ്മവിദ്യ കിട്ടും. ഇവൻ ആകരിച്ചു പോയാൽ ഇവൻ ബ്രഹ്മവിദ്യയിലാകില്ല എന്ന് വിദ്യ അറിയാമോ? ഒറ്റയ്ക്കൊക്കെ പറയും ഈ സ്വന്തത്തിൽ പറയും. പിന്നെ പ്രഭുവെന്ന് പറഞ്ഞു അവിടെ ഒരു പേരുണ്ട് ചേർത്തലയൊക്കെ. അവിടെ നായന്മാരെ വിളിക്കുന്ന ഒരു വെളിയുണ്ട്. ഞാനിന്റെ വിളിയ പച്ചന്റെ നിന്നായിരുന്നു. അത് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ ഒത്തി പോകുമ്പോ ഒത്തി പോകാൻ അതിനാണിപ്പോ പറയുന്നില്ല. നിങ്ങളെ പറഞ്ഞു. അപ്പൊ ഇവന് എന്തിനാണ് ഈ നായരെ ഇത്രയും ചെറുക്കാൻ ശ്രമിച്ചത്? മനഃപൂർവ്വം. ഇവിടെ ഈ വളർന്നു വരുന്ന ഇവനോട് ഒട്ടി നിൽക്കുന്നവനാണ് എന്തെങ്കിലും അറിയാവുന്നവർ. ആരോട്? അല്ല, ഈ ബ്രാഹ്മണനോട്. ഇവിടുത്തെ ഗുരുവിനി ബ്രാഹ്മണനെ അകറ്റി നിർത്തിയതുപോലെ ഇവനൊരു പണി ഉണ്ടാക്കിയത്. ഇവിടെ ഗുരുവിനി ബ്രാഹ്മണരെ ഇവിടെ അധികം പേർക്ക് അറിഞ്ഞൂടാ. ഈ ഗുരുവിനി ബ്രാഹ്മണൻ അവരുടെ ക്ഷേത്രത്തിൽ കയറിക്കൂടാ, ആരാധിക്കൂടാ എന്നുള്ള കാര്യം ഇവിടെ അധികം പേർക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അവനെ അകറ്റി നിർത്തിയത് എങ്ങനെയോ അതുപോലെ ഈ നായരെ അകറ്റാൻ ഒരു പണി അവൻ അക്ഷരവും പഠിക്കൂടാ. ഇങ്ങനെ ഒരു പണിയാണ് എനിക്കില്ല. ഇവരെ ഈ സാധനം പഠിച്ചാൽ ഇവനെ ബ്രഹ്മവിദ്യ കഴിഞ്ഞു. ഇതുവരെ ചെയ്ത ഇവരുടെ ഇന്നും തിരിഞ്ഞാണി ചുമക്കാൻ നടക്കുന്ന ഈ സൂതനോട് ഞാൻ ചോദിക്കുകയാണ്, ഇവനെ ഈ ചുമക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? സൂതൻ എന്ന് പറഞ്ഞു വിചാരിച്ചപ്പോ നേരത്തെ പറയാല്ല. വെള്ളാളക്കെട്ടിയുടെ ഉദയം വരെ ഉള്ള ആളുകൾ പിടിക്കുന്ന വർഗത്തിൽ വെച്ച് പഠിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ 10-60 ജാതിക്കാരിൽ പെട്ടിരിക്കുന്ന ഈ കർമ്മത്തിൽ നിങ്ങൾ അവിടെ നിന്ന് ഉണർന്ന് എണീറ്റില്ലെങ്കിൽ ഇന്നിവിടെ ക്രിസ്ത്യാനിയെ പറ്റി വടകാരനായിപ്പോയി, വളകാരനായിപ്പോയി, ഇവിടെ വടകായിപ്പോയി, ഇവിടെ പോയി, അവൻ വല്ലാതായിപ്പോയി. എന്താണ് ഇവിടെ അടിച്ചോടിക്ക് നിവർത്തിയില്ലാതെ അവൻ ക്രിസ്ത്യാനിയായാലും വേണ്ടിയില്ല, യാവനായാലും വേണ്ടിയില്ല, എനിക്ക് ജീവൻ തല്ലുകൊള്ളാതിരുന്നാൽ മതി എന്നുള്ള പേടിയിൽ ഇവൻ മാറിയത്. അങ്ങനെയൊക്കെ മാറേണ്ടി വന്നതും മുസ്ലിമാകേണ്ടി വന്നതും ഒക്കെ ഇവിടുത്തെ ഹിന്ദുക്കളിലെ ഉള്ള ആളുകളൊക്കെ ബ്രാഹ്മണ ആളുകളും അവസാനം വന്ന് അതിലേക്ക് മാറിയിട്ടുണ്ട്. അത്ര ഭാഗത്തുനിന്ന് ആരെങ്കിലും ഉണ്ടോ? കർണാടകത്തിൽ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ അവിടുത്തെ പുറമത്തെ ആകാശമുള്ള ആരെങ്കിലും ഇതാണ് എനിക്ക് കാരണത്തില്ല പറഞ്ഞില്ല. അപ്പൊ ഇവിടെ വിശ്വാമിറ്റി എന്നൊരു ആചാരമുണ്ടായി. ഈ വിശ്വാമിറ്റി എന്നൊരു കാട്ടിട്ടുണ്ട്. ഈ വിശ്വാമിറ്റി ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ്. ഒരു സംസ്കൃതമാണ്. ഇവിടെ ബ്രാഹ്മണ കുടുംബം നശിക്കുന്ന ഒരു പാരമ്പര്യം നമ്മുടെ ഇടയിൽ വന്നല്ലോ. ഈ വിദ്യാർത്ഥികളൊക്കെ ചെയ്ത് ഇത് സ്വയം നശിച്ചുപോയി. ആ നശിച്ചതിന്റെ കൂട്ടത്തിലുള്ള ഒരാള് സംസ്കൃതമൊക്കെ പഠിച്ചവരായതുകൊണ്ട് ഞാൻ വിദ്യയുണ്ട്, അത് വിദ്യാകുട്ടിയായി തന്നെ ആകെയുണ്ട്. അതെ, ഇയാൾ എന്ത് ചെയ്തു? ഇതിങ്ങനെ നേഴ്സിനെ പറ്റി കേട്ടറിഞ്ഞ് ചോദിച്ചിട്ട് ഇയാൾ ഒരു കുട്ടിയാണ്. അപ്പൊ ഞാനങ്ങ് ക്രിസ്ത്യാനിയാണ്. സുവിശേഷ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപത്തിൽ ഇയാളങ്ങ് എത്തിയിട്ട് പിതാവിന്റെ വരവ് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. പിതാവിന്റെ വചനങ്ങൾ അടുത്ത് തന്നെ എത്തുന്നതാണ്.
അത് സൃഷ്ടിപരമായി നമുക്ക് കാണാവുന്നതായി എന്നിങ്ങനെ ഞാൻ പ്രസംഗിച്ചോടെ ഇടയ്ക്ക് ഭൂമിരാഗത്തിന്റെ കൂടെ ഇതുണ്ടാക്കി ഇങ്ങനെ തട്ടി ഒരു ഞായറാഴ്ച ഇങ്ങനെ പ്രസംഗിച്ച് ഇയാളെ എന്താണുണ്ടായിരിക്കുന്നു നിങ്ങളെല്ലാവരും അതിനെ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും വീട്ടിൽ ഓരോ മുട്ടനാടിനെ വളർത്താൻ ഇവിടെ